നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഖാദർ കരിപ്പൊടി എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവറെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രധാന മടിക്കുന്ന പല എക്സ്ക്ലൂസീവ് ന്യൂസുകളും പല വിഷയങ്ങളും നട്ടലോടുകൂടി ആർജവത്തോടുകൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുക ഒരു യുവാവാണ് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ റിയാക്ഷൻ ചെയ്യാറുണ്ട്. പല വിഷയങ്ങളിലും ഒറ്റയാൻ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഖാദർ കരിപ്പൊടി. ഇദ്ദേഹത്തിൻ്റെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അതായത് ഒരു പക്ഷേ ചിലപ്പം ഇദ്ദേഹം കൊല്ലപ്പെട്ടേക്കാം, അതൊരു ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിലൂടെ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ആകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ തുടങ്ങുന്നത് തന്നെ. ആ വീഡിയോ എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന ആ കണ്ടന്റ് എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയം കൂടാതെ പറയാം ഹോസ്പിറ്റലുകളാണെന്നല്ലേ. കാരണം ഇന്ന് കൂണ് മുളയ്ക്കുന്നത് പോലെയാണ് നമ്മുടെ കേരളത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ദിനം പ്രതി ഉയർന്നു വരുന്നത്. ആ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി ഒരു സാധാരണക്കാരന് ചികിത്സിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ്. ഇനി അഥവാ ഒരു സാധാരണക്കാരൻ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് പോയാൽ, ആ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തിയാൽ, അവിടെ വെച്ച് മരണപ്പെട്ടാൽ അവൻ്റെ ബോഡി ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എത്രയാണോ ബില്ല് വന്നിരിക്കുന്നത് അത്രയും ബില്ല് അടച്ചു തീർക്കാതെ ആ ബോഡി ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകൊടുക്കാത്ത നെറികെട്ടവന്മാരുടെ മനസ്സാക്ഷിയില്ലാത്ത വൃത്തികെട്ട നാറികൾ വാഴുന്നൊരു നാടും കൂടിയാണ് നമ്മുടെ കേരളമെന്ന് നിങ്ങളെല്ലാവരും ഓർമ്മിക്കുക. കാരണം അത്രത്തോളം ക്രൂരതയാണ് ഈ ഹോസ്പിറ്റൽ മുതലാളിമാർ ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാറി മാറി വരുന്ന സർക്കാർ ഏതുമായിക്കോട്ടെ, ഇപ്പം എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ പല കാര്യങ്ങൾക്ക് നമ്മൾ മെഡിക്കൽ കോളേജ് പോയി കഴിഞ്ഞാൽ അവിടെ സാധാരണക്കാരന് കിട്ടേണ്ട ചികിത്സകൾ പോലും കിട്ടാത്ത, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അനാസ്ഥ ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു പോകുന്നതും ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കെതിരെ ജനങ്ങൾ രംഗത്ത് വരുന്നതും അവർ കൈകാര്യം ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വീഴ്ചകളാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലകളിലും മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ ഇല്ലാത്ത പല ജില്ലകളും നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട്. ഒരു മെഡിക്കൽ കോളേജ് 14 വർഷമായിട്ട് ഒരു തരത്തിലുള്ള പുരോഗതിയുമില്ലാതെ 50 കോടിയോളം രൂപ മുടക്കി അതിപ്പോഴും ഒരു പണി പോലും ചെയ്യാതെ അങ്ങനെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വമ്പൻ കൊള്ളക്കാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ സർക്കാർ മാറിപ്പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഖാദർ പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടിട്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ചില നേട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്പോൺസേഡ് വാർത്തകൾ മാത്രം അവർ സംപ്രേഷണം ചെയ്യത്തുള്ളൂ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. ഞാൻ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടേക്കാം. അതല്ല എങ്കിൽ എനിക്ക് നേരെ ഒരുപാട് കേസുകൾ വന്നേക്കാം. അതല്ല എങ്കിൽ എന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം. എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാകും. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു സമരത്തിലാണ്. നമ്മുടെ പിഞ്ചോമനകളായിട്ടുള്ള ചെറിയ കുട്ടികളെ പണമില്ലാത്തതിൻ്റെ പേരിൽ, ചികിത്സ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട നരാധവന്മാർ കാരണം, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരന്മാരെ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണത്തിലേക്ക് തള്ളിവിട്ട കാപാലികന്മാർ കാരണം. ആരാണ് അവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാംഗ്ലൂർ ലോബി, മംഗലാപുരം ലോബി എന്ന് ചുരുക്കം. ആരാണ് ഈ മാംഗ്ലൂർ ലോബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെന്തിനാണ് നിങ്ങളെ വേട്ടയാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള നിലവിലുള്ള എൻ്റെ സമര നീക്കമാണ്. കാരണം ആ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. കാരണം 13 വർഷക്കാലമായിട്ട്, എൻ്റെ വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം, 13 വർഷക്കാലമായിട്ട് 50 കോടി രൂപയോളം നിലവിൽ ചെലവഴിച്ചിട്ടുള്ള ഈ കാണുന്ന ആശുപത്രി സംവിധാനം ഒരിഞ്ച് പോലും പണി നടക്കാതെ പ്രേതാലയമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ ആർക്കാണ് ലാഭം? ഒറ്റ ആൻസറേ ഉള്ളൂ. മാംഗ്ലൂരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആശുപത്രി മേഖലകളിലൊക്കെ കോടിക്കണക്കിന് രൂപ, 500ഉം 1000 കോടിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ്. അവിടെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് കേസുകളൊക്കെ മംഗലാപുരത്ത് പോകുന്നത് ഒഴിവാക്കും. ആരുടെ ഒഴിവാകും? പൈസക്കാർ പോയിക്കോട്ടെ,
പണമുള്ളവൻ പോയിക്കോട്ടെ, ഇല്ലാത്തവൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും സ്വകാര്യ ആശുപത്രികൾക്കെതിരൊന്നും അല്ല ഞാൻ. പണമുള്ളവൻ അവൻ ഏറ്റവും നല്ല രീതിയിൽ ചികിത്സിച്ചോട്ടെ, അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് മെച്ചമുണ്ടാകും. പക്ഷെ അതല്ല, ഇല്ലാത്തവനെ പീഞ്ഞെടുക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ, ബോഡി പോലും വിട്ടുകൊടുക്കാതെ പൈസക്ക് വേണ്ടിയിട്ട് അവനെ നരകത്തിലേക്ക് തള്ളിവിടുന്ന നിങ്ങളുടെ നീക്കമുണ്ടല്ലോ, നാറിയ നീക്കം. ആ നീക്കത്തെ തടയാൻ ഈ ആശുപത്രി വന്നു കഴിഞ്ഞാൽ സാധിക്കും. എത്രയോ കുഞ്ഞുങ്ങൾ വേദന സഹിച്ച് മാതാപിതാക്കളുടെ കണ്ണു നോക്കിയിട്ട് ഈ ഭൂമി വിട്ടുപോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സമരമാണ്. മാംഗ്ലൂർ ലോബി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കന്നഡക്കാരാണ് എന്ന്. അല്ല, മലയാളികളായിട്ടുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥികളോട് പറയാം, മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ചെയ്യുമോ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. മാറ്റം ഉണ്ടാകും. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഖാദർ കരിപ്പൊടി ഇപ്പം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു വാർത്ത ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരെങ്കിലും സംപ്രേഷണം ചെയ്യുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താണ്? നമ്മളൊരു ചികിത്സ തേടിപ്പോയാൽ, ഒരു മേജർ ഓപ്പറേഷൻ തേടിപ്പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവിടെ അതിൻ്റെ മെഷീനറി ഉണ്ടാവില്ല, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഡോക്ടർമാരുണ്ടാവില്ല. പക്ഷേ നമ്മളെ എല്ലാം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാടി വിളിച്ച് അവിടെ കൊണ്ടുപോയി നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് 3, 4, 5 ലക്ഷം മുടക്കി അവസാനം ആ രോഗി മരണപ്പെട്ടു പോയാൽ ആ ബില്ല് മുഴുവൻ അവിടെ പേ ചെയ്യാതെ ആ ബോഡി വിട്ടുകൊടുക്കത്തില്ല. അത്രയ്ക്ക് നെറികെട്ട ഒരു നാടായിട്ട് നമ്മുടെ കേരളവും മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ അറിയപ്പെടുന്ന എത്രയോ ഹോസ്പിറ്റലുകളിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടിട്ട് അവിടെ പോകുന്ന രോഗികളുടെ അവയവങ്ങൾ, അവരുടെ പാർട്സുകൾ അടിച്ചു മാറ്റി വിദേശ രാജ്യങ്ങളിലേക്കും ഇവിടുത്തെ വമ്പന്മാർക്കൊക്കെ ഡൊണേറ്റ് ചെയ്തുമൊക്കെ കോടിക്കണക്കിന് രൂപ അല്ലേ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർക്കെതിരേക്ക് ഒരു ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ തയ്യാറാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടുത്തെ സാധാരണക്കാരന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചോദ്യം ചെയ്യാനോ അവർക്ക് പിന്തുണയായിട്ട് വരാനോ ഇവിടെ ഒരു നാറികളുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം പ്രബുദ്ധരാണ്, സാക്ഷരതയിൽ മുന്നിലാണ് എന്നൊക്കെ നമ്മൾ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നതിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വരികയോ അവരൊരു ചെറുവിരൽ അനക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ ഖാദർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ പലർക്കും ഭീഷണിയായിട്ട് വരാറുണ്ട്. അതൊരു പക്ഷേ ചിലപ്പം ഖാദർ പറഞ്ഞ പോലെ ഒരു ആക്സിഡൻറ്റിലൂടെ ഖാദർ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പം ഒരു ആക്സിഡൻറ്റിലാകാം. സത്യങ്ങൾ വിളിച്ചു പറയുന്നവൻ്റെ നേരെ എപ്പോഴും ആയുധമായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും രാഹുൽ ഈശ്വറിൻ്റെ വിഷയം. കാരണം രാഹുൽ മാങ്കൂട്ടത്ത് തെറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അതൊന്നും നമുക്ക് ഒരു അഭിപ്രായത്തിൽ വിഷയമില്ല. പക്ഷേ അതിനുവേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവറായിട്ടുള്ള അദ്ദേഹം ഇന്നും ജയിലിൽ കഴിയുന്നു. അപ്പോൾ ഇവിടെ പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.